മേഖലയുടെ തലവര മാറ്റിയെഴുതുന്ന പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം അറിയേണ്ടത് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഏടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2026 ജൂലൈ 6 മുതൽ 8 വരെയുള്ള ഇന്തോനേഷ്യൻ സന്ദർശനം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ പ്രത്യേക ക്ഷണപ്രകാരം ജക്കാർത്തയിലെത്തിയ നരേന്ദ്രമോദിക്ക് മുൻകാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്തത്ര വലിയ സ്വീകരണമാണ് ലഭിച്ചത്. നയതന്ത്ര പ്രോട്ടോകോളുകൾ പൂർണ്ണമായും മാറ്റിവെച്ച് സാക്ഷാൽ പ്രസിഡന്റ് തന്നെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് ആകാശത്ത് പ്രത്യേക അകമ്പടി നൽകിയതും പരമ്പരാഗത നൃത്തങ്ങളോടെ സ്വീകരിച്ചതും ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതുമായിരുന്നു. 2025 ജനുവരിയിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പ്രസിഡന്റ് സുബിയാന്റോ പങ്കെടുത്തതിന് ശേഷം വെറും 18 മാസങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നത്. പഴയ കാലത്തെ സാധാരണ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങളിൽ നിന്നും മാറി പ്രതിരോധവും അത്യാധുനിക സാങ്കേതിക വിദ്യയും സമുദ്ര സുരക്ഷയും അടിസ്ഥാനമാക്കിയിട്ടുള്ള അതിശക്തമായ ഒരു പുതിയ നയതന്ത്ര അധ്യായത്തിനാണ് ഈ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തുടക്കം കുറിച്ചിരിക്കുന്നത്. 2025 സംയുക്ത പ്രസ്താവനയിൽ നിന്നും വ്യത്യസ്തമായി കേവലം ചർച്ചകളിൽ ഒതുങ്ങാതെ പ്രായോഗികമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് 2026 ഇരു രാജ്യങ്ങളും ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മാറ്റം പ്രതിരോധ മേഖലയിലാണ് കാണാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ നാവികാഭ്യാസങ്ങളിലും ഔദ്യോഗിക ചർച്ചകളിലും മാത്രം ഒതുങ്ങിയിരുന്ന പ്രതിരോധ സഹകരണം ഇന്ന് ആയുധ കൈമാറ്റത്തിലേക്കും സംയുക്ത സൈനിക നിർമ്മാണത്തിലേക്കും വഴിമാറിയിരിക്കുന്നു. ഇതിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള ഇന്തോനേഷ്യയുടെ ചരിത്രപരമായ തീരുമാനം കൂടിയാണ്. ഫിലിപ്പീൻസിന് ശേഷം ആസിയാൻ രാജ്യങ്ങളിൽ ബ്രഹ്മോസ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്തോനേഷ്യ മാറിയിരിക്കുകയാണ്. ഏകദേശം 450 മുതൽ 630 ദശലക്ഷം ഡോളർ വരെ ചെലവ് വരുന്ന ഈ കരാറ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയിലെ വളരെ വലിയൊരു നാഴികക്കല്ലാണ്. ഇതിനു പുറമെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ഇന്തോനേഷ്യയുടെ റിപ്പബ്ലിക് കോർപ്പും തമ്മിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കേവലം ഒരു ആയുധ ഇടപാട് എന്നതിലുപരി ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ നിർമ്മാണ ശേഷിയിലുള്ള ഇന്തോനേഷ്യയുടെ അചഞ്ചലമായ വിശ്വാസം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിർത്തി കടന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി നേരിടാനും തങ്ങളുടെ നീണ്ട തീരദേശ സുരക്ഷ ഉറപ്പാക്കാനും ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധങ്ങൾ അത്യന്താപേക്ഷിതവുമാണ്. ഇന്ത്യൻ സായുധ സേനയുടെ അതായത് NDA ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് എന്നിവിടങ്ങളിൽ ഇന്തോനേഷ്യൻ സൈനികർക്ക് പ്രത്യേക പരിശീലനം നൽകാനുള്ള തീരുമാനവും ഈ പ്രതിരോധ സഹകരണത്തിന്റെ ആഴം കൂട്ടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇന്തോനേഷ്യയുടെ സ്ഥാനം ഇൻഡോ പസഫിക് മേഖലയിൽ അത്യന്തം തന്ത്രപ്രധാനമാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളായ മലാക്ക, സുന്ദ, ലോംബോക്ക് കടലിടുക്കുകൾ ഇന്തോനേഷ്യയുടെ അധീനതയിൽ ആണ് ഉള്ളത്. ദക്ഷിണ ചൈന കടലിലും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും സമീപകാലത്തായി വർദ്ധിച്ചു വരുന്ന ബാഹ്യ ഇടപെടലുകളുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ പൂർണ്ണമായും സ്വതന്ത്രവും സുരക്ഷിതവുമായ ഒരു നാവികപാത നിലനിർത്താൻ ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും ഒരുപോലെ താല്പര്യമാണുള്ളത്. ഈ ദീർഘകാല ലക്ഷ്യം മുൻനിർത്തിയാണ് സമുദ്ര സുരക്ഷയിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും കൂടുതൽ ശക്തമാക്കുന്നത്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് വളരെ അടുത്ത് കിടക്കുന്ന ഇന്തോനേഷ്യയിലെ സബാങ് തുറമുഖത്തിന്റെ വികസനവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനവും സംയുക്ത നാവിക നിരീക്ഷണങ്ങളും ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ഇന്ത്യയുടെ മഹാസാഗർ വിഷനും ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവും ഇന്തോനേഷ്യയുടെ സ്വന്തം സമുദ്ര നയങ്ങളുമായി കൃത്യമായി ഒത്തുപോകുന്നുമുണ്ട്. പരസ്പരം സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം തികച്ചും പ്രായോഗികമായ സമുദ്ര സുരക്ഷാ സഹകരണമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. മറ്റേതെങ്കിലും ശക്തികളെ ഒറ്റപ്പെടുത്താനോ തടയാനോ അല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു സുരക്ഷിത സമുദ്ര മേഖല ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിലൂടെ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സാമ്പത്തിക മേഖലയിൽ തികച്ചും വ്യത്യസ്തവും ദീർഘവീക്ഷണത്തോടു കൂടിയതുമായ ഒരു സമീപനമാണ് 2026 ഇന്ത്യ ഇന്തോനേഷ്യ ഉച്ചകോടി മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണഗതിയിലുള്ള വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം നിർണായക ലോഹങ്ങളുടെയും നൂതന സാങ്കേതിക വിദ്യയുടെയും കൈമാറ്റത്തിനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഏറ്റവും ഉയർന്ന പരിഗണന നൽകിയിരിക്കുന്നത്. ഭാവി ഗതാഗത സംവിധാനമായ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ബാറ്ററികളുടെയും നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ നിക്കലിന്റെ ലോകത്തെ ഏറ്റവും വലിയ ശേഖരം ഇന്തോനേഷ്യയിലാണുള്ളത്. ലോകത്തെ മൊത്തം നിക്കൽ ശേഖരണത്തിന്റെ 21% വരുന്ന ഈ നിക്ഷേപം ആഗോള സപ്ലൈ ചെയിനിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു.
അസംസ്കൃത വസ്തുക്കൾക്കായി ഒരൊറ്റ രാജ്യത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സ്വന്തം ഉൽപ്പാദന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഇന്തോനേഷ്യയുമായുള്ള ഈ സാമ്പത്തിക സഹകരണം വലിയൊരു ആശ്വാസമാണ്. അപൂർവ ഭൂമി കാന്തങ്ങളുടെ വികസനത്തിനായി ഇന്ത്യയുടെ NFTDC, മിഡ്വെസ്റ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളും ഇന്തോനേഷ്യയുടെ PT പെർമിനാസും സംയുക്തമായി പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും ഇന്തോനേഷ്യയുടെ ക്രാക്കറ്റോ സ്റ്റീലും തമ്മിലുള്ള വ്യാവസായിക പങ്കാളിത്തവും എടുത്തു പറയേണ്ട ഒന്നാണ്. സാമ്പത്തിക പ്രതിരോധ മേഖലകൾക്ക് പുറമെ ഡിജിറ്റൽ സംവിധാനങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ മാറ്റങ്ങളാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ വിപ്ലവകരമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPIയും ഇന്തോനേഷ്യയുടെ QRIS തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും വ്യവസായികൾക്കും വലിയ തോതിൽ ഗുണം ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വലിയ കുതിച്ചുചാട്ടമായി ബംഗളൂരു IIM ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ ആരംഭിക്കാനുള്ള പദ്ധതിക്കും പച്ചക്കൊടി ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് ഇന്തോനേഷ്യയിലെ ഗ്രാമീണ മേഖലകളിൽ കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രസിഡന്റ് പ്രബോവോയുടെ മുൻകൈയിൽ ആരംഭിച്ച പദ്ധതികൾ ഇന്ത്യയുടെ ജൻ ഔഷധി മാതൃക നടപ്പിലാക്കുന്നതും ശ്രദ്ധേയമായി. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്തോനേഷ്യൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യ പ്രക്രിയകളിലെ ഇന്ത്യയുടെ വളരുന്ന പങ്കാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഗാധമായ സാംസ്കാരിക ബന്ധമാണ് ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ളത്. ഹൈന്ദവ ബുദ്ധ മതങ്ങളിലൂടെയും പ്രാചീന കാലത്തെ സമുദ്ര വ്യാപാരത്തിലൂടെയും വളർന്നു വന്ന ഈ സവിശേഷ ബന്ധം കേവലം ഇന്നത്തെ സാഹചര്യങ്ങളിലെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. തന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിനിടയിൽ യോഗ്യകർത്തയിലെ യുനെസ്കോ അംഗീകാരമുള്ള പുരാതനമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയും ചേർന്ന് സന്ദർശിച്ചതും ക്ഷേത്രത്തിന്റെ ചരിത്രപ്രധാനമായ പുനരുദ്ധാരണത്തിനായി ഇന്ത്യ സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്തതും ഈ പൈതൃകത്തിന്റെ ആഴവും പരസ്പര ബഹുമാനവും വരച്ചു കാണിക്കുന്നു. 2027 രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചരിത്രപ്രസിദ്ധമായ ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കാനുള്ള തീരുമാനവും ഈ ചരിത്രബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. ചുരുക്കത്തിൽ കേവലം ഒരു ഉഭയകക്ഷി സന്ദർശനത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ കൃത്യമായ ദിശാസൂചികയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഇന്തോനേഷ്യൻ യാത്ര ലോകത്തിന് നൽകുന്നത്. പാശ്ചാത്യ ശക്തികളെ മാത്രം ആശ്രയിക്കാതെ ഏഷ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ സുരക്ഷയും ഭാവിയും സ്വതന്ത്രമായി രൂപപ്പെടുത്തുന്നതിന്റെ ഏറ്റവും മികച്ച ഉത്തമ ഉദാഹരണമാണിത്. ബ്രഹ്മോസ് മിസൈലുകളിലൂടെയുള്ള പ്രതിരോധ കരുത്തും നിക്കൽ നിക്ഷേപങ്ങളുടെയുള്ള സപ്ലൈ ചെയിൻ സുരക്ഷയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വിനിമയവും നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക അടിത്തറയും കൂടി ചേരുമ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം ഇൻഡോ പസഫിക് മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും സുപ്രധാനവും ശക്തവുമായ പങ്കാളിത്തങ്ങളിൽ ഒന്നായി മാറുകയാണെന്ന് നിസ്സംശയം പറയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.